നമസ്കാരം സുരഭി കിച്ചൺ വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് വിഷു സ്പെഷ്യൽ അടക്കാച്ചുണങ്ങയാണ്. അത് നമ്മൾ സാധാരണ വിഷു തലേന്ന് ഇതുണ്ടാക്കി രാവിലെ കണി കാണുന്ന സമയത്ത് വെക്കുന്ന ഒരു മധുര ഐറ്റമാണിത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. 3 ഗ്ലാസ് പച്ചരി ഞാനിവിടെ നന്നായി കഴുകിയെടുത്ത് വെള്ളത്തിൽ പുതിർത്ത് വെച്ചിരിക്കുകയാണ്. 3 മണിക്കൂറിന് ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളയുക. എന്നിട്ട് അരി നന്നായി ഡ്രൈ ആക്കി എടുക്കുക. ഇത് പൊടിക്കേണ്ടതാണ് നമുക്ക്. അതിനുശേഷം ഒരു ജാറിൽ കുറേശ്ശായിട്ട് നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. അരി എന്തായാലും നമുക്ക് മുഴുവനായിട്ട് ഒരുമിച്ച് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ ഞാൻ കുറേശ്ശെയായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഇതിനി ഒരു വലിയ ബൗളിലേക്ക് പൊടിയിടാം. അങ്ങനെ മുഴുവൻ അരിയും ഞാൻ പൊടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അരിപ്പൊടിയുടെ കൂടെ ഞാൻ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തു. മധുര ഐറ്റം ആയതിനാൽ ഇത്തിരി ഉപ്പ് ഇട്ടാൽ മതി. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി ഞാൻ 1 കിലോ ശർക്കര ഇത്തിരി വെള്ളത്തിൽ ഞാൻ ഉരുക്കാൻ വെച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ഒഴിച്ചു പോകരുത്. വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക. ശർക്കര പാനീയം നമുക്ക് കുറച്ച് തിക്കായിരുന്നാൽ നല്ലതായിരിക്കും. ശർക്കര ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് അരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്യാം. ഒരു അരിപ്പ വെച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. കാരണം ഇതിൽ മണ്ണുണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി സ്പൂണ് കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നന്ന ചൂടായതിനാൽ എനിക്കിപ്പോൾ കൈകൊണ്ട് കുഴക്കാൻ കഴിയില്ല. കുറച്ച് തണ്ണിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ കൈകൊണ്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ശർക്കര ഉരുക്കിയത് ബാക്കിയുണ്ടെങ്കിൽ നന്നായി തണ്ണതിന് ശേഷം ഇത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതുപോലെ തന്നെ ഇത് അവൽ കുഴക്കുന്ന സമയത്തും വെല്ലക്കാപ്പി ഉണ്ടാക്കുവാനും ഉപയോഗിക്കാം. ഞാനിവിടെ 3 മൈസൂർ പഴം മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുകയാണ്. മിക്സിയിലിടുന്നില്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഉടച്ചെടുത്താലും മതി. ശർക്കര ഉരുക്കിയത് നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് അരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം കൂട്ട് തണ്ണ് കാണും. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ പഴം ഉടച്ചത് ചേർക്കാൻ പാടുള്ളൂ. അടിച്ചെടുത്ത പഴം നമുക്കിനി കൂട്ടിലേക്ക് മിക്സ് ചെയ്യാം. കൂട്ട് നല്ല ലൂസാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ടൈറ്റിലുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യം. ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോളുകളെ നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടതാണ്. അങ്ങനെ കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ നമുക്ക് എടുത്ത് ചെറിയ ചെറിയ ബോൾസായി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഈ ഒരു സൈസിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതിൽ ചെറുതായാലും കുഴപ്പമില്ല, വലുതാകാതെ ഇരുന്നാൽ മതി. ഞാൻ ഇത് കുറച്ച് ഉരുട്ടിയെടുക്കട്ടെ. വീട്ടിൽ വേറെ ആളുണ്ടെങ്കിൽ ഒന്ന് കൈയൊക്കെ കഴുകി ഒന്ന് കുറച്ച് ഉരുട്ടിത്തരാൻ പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഏകദേശം ഞാൻ കുറച്ച് ഉണ്ടകൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് വറുക്കാൻ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. മറ്റുള്ള ഓയിലിലിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോവും. ഞാൻ മാക്സിമം പറ്റാവുന്നത്ര ഉണ്ടകൾ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഈ ബോൾസ് എണ്ണയിലിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. കയ്യിൽ എണ്ണ തെറിക്കാതിരിക്കുവാൻ വളരെ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും ഇടുക. കുറച്ച് ബോൾസ് ഇട്ടതിന് ശേഷം ഒരു കയ്യിൽ ഉപയോഗിച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. അടക്കാച്ചുണങ്ങ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിൽ നിന്നും നമുക്ക് കോരി മാറ്റാം. ഇത് നന്നായി തണ്ണതിന് ശേഷം ഒരു കുപ്പി നല്ല വൃത്തിയിൽ തുടച്ച് അതിലിട്ട് വെക്കാവുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് പുറത്തിത് സൂക്ഷിക്കാം, ഒന്നും ആവത്തില്ല. വളരെ ടേസ്റ്റിയാണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓണാക്കുവാനും മറക്കരുത്. അടുത്ത് തന്നെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Thank you.